ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് പരിശുദ്ധ അമ്മ പ്രത്യേകമായി ഇടപെട്ട് ഒരു സന്ദേശം തന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. യുഗാന്ത്യത്തെക്കുറിച്ച് പുസ്തകം വായിച്ചു തരാനല്ല. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുകയാണ്. നമുക്ക് ഇതിനെ പല വഴിക്ക് ചിന്തിക്കാം. ഏതെങ്കിലും ഒരു നന്മ, ഏതാണ് നന്മ? ഒരു പക്ഷേ ഒരു ആളുടെ കയ്യിൽ നിന്നൊരു സഹായം കിട്ടിയിട്ട് അതിന് നന്ദി പറയുക എന്നതായിരിക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ നന്മ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ നന്ദി പറയുമ്പോൾ അത് ചെയ്തു കൊടുത്ത ആൾക്ക് വലിയ സന്തോഷമാകും. അത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് നന്മയാണ്. സുഭാഷിതൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭോഷനെ നീ തുറന്ന് തിരുത്തണം എന്നാണ് പറയുക. അവനോട് തുറന്ന് മറുപടി പറയണമെന്നാണ് പറയുക. ചിലപ്പോൾ ചില വിഡ്ഢിത്തരങ്ങളൊക്കെ സഭയിൽ വിളിച്ചു പറയുമ്പോൾ ഈ ഭോഷന്മാരായവരോട് ശരിക്കും അവരുടെ തെറ്റ് തിരുത്തണമെന്ന് സുഭാഷിതങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചിലരുടെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അവർ വിചാരിക്കും അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ അവസരത്തിൽ ചെയ്യേണ്ട നന്മ എന്ന് പറയുന്നത് തെറ്റ് തിരുത്തലായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട നന്മ എന്ന് പറയുന്നത് വിശന്നിട്ടും ദാരിദ്ര്യത്തിലുമായിരിക്കും നമ്മുടെ മുമ്പിൽ ആ ആള് വന്നിരിക്കുക. അഭിമാനം കൊണ്ടോ ദുരഭിമാനം കൊണ്ടോ അത് പറയില്ല. പക്ഷെ നമുക്ക് ഇൻഡയറക്റ്റ്ലി അറിയാം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ നമ്മൾ അവിടെ വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കണം. അതാണ് കർത്താവ് പറയുക, ഒരു പക്ഷേ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അതുപോലെ ചിലർക്ക് ചില കാര്യങ്ങളിൽ അറിവുണ്ടാകില്ല. അപ്പോൾ നമ്മൾ പറയണം ഇന്നതാണ് ചെയ്യേണ്ടത്, ഈ വഴിയിൽ കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ തിരുത്തലുകൾ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുത്താൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ നന്മയായിരിക്കും. ചിലർക്ക് ഈ ഒരു കാര്യത്തിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് എവിടേക്കാണ് പോവുക, ഏത് ഡോക്ടറെയാണ് കാണുക എന്നൊക്കെ അറിയാതിരിക്കുന്നവർക്ക് ഒരു വഴി കാട്ടി കൊടുത്താൽ നമുക്ക് എല്ലാം അറിയാം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, അങ്ങനെ ഇരുന്നാൽ പാപമാണെന്നാണ് യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. ഞാനിത് പറഞ്ഞു വന്നത് ഒരു 2012 മുമ്പാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശം കിട്ടിയിട്ട്. ഒരിക്കലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതോ നേരിട്ട് വന്ന് പറഞ്ഞതോ ആയ കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ വൈദികർക്ക് വേണ്ടി, എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി നീ ജപമാല തുടങ്ങാൻ പറഞ്ഞു. ജപമാല ചങ്ങല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ പേരിപ്പോൾ റോസറി ചെയിൻ എന്ന് പറഞ്ഞ് ഞാൻ 2-3 വീഡിയോ ഇട്ടപ്പോൾ അനേകം മക്കൾ അതിൽ 24 മണിക്കൂറും ഓരോ മണിക്കൂർ ഈ സമർപ്പിത മക്കളുടെ ചുറ്റും നിൽക്കുന്ന പൈശാചിക അരൂപികളെ നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മ നീ വന്ന് തകർത്ത് കളയണമേ എന്ന് പറഞ്ഞ് ആ 1 മണിക്കൂർ സമയം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണല്ലോ റോസറി ചെയിൻ. ഈ റോസറി ചെയിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ മെയ് മാസത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൽ. ഒപ്പം ഉത്തിതനായ ഈശോ നമ്മുടെ അരികിൽ, നമ്മുടെ ഒപ്പം, നമ്മുടെ വീട്ടിൽ ഓടി നടക്കുന്നുണ്ട്, ഒപ്പമുണ്ട് എന്ന ബോധ്യത്തിലാണ് നമ്മൾ. ഉത്തിതനായ ഈശോയെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പോകണം. കാരണം ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ഈ മെയ് മാസത്തിൽ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും ഈശോയോടും ഒപ്പമായിരുന്നുകൊണ്ട് നമ്മൾ അമ്മ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്.
അമ്മ ഇങ്ങനെ ഒരു സന്ദേശം തന്നത് 2010 2010 മുതൽ ഇപ്പോൾ 15 വർഷമായി ഈ റോസറി ചെയിൻ തുടങ്ങിയിട്ട്. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറയുകയാണ്, നമ്മൾ എപ്പോഴൊക്കെ ഈ ചങ്ങല പൊട്ടിക്കുന്നുവോ എവിടെയോ ഒരു സമർപ്പിതനോ സമർപ്പിതയ്ക്കോ വഴിതെറ്റും. അല്ലെങ്കിൽ അവർ ദുഃഖത്തിലാളും, ആണ്ടുപോകും ദുഃഖത്തിൽ. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൈബ്രേഷൻ, ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ ഈ റോസറി ചെയിനിൽ ചങ്ങല പൊട്ടിച്ചാൽ സംഭവങ്ങൾ ഉണ്ടാവുക സമർപ്പിതരുടെ ജീവിതത്തിലാണ്. ഞാൻ പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു രാജാവ് ഇങ്ങനെ ഈ ഭൂതപ്രേതങ്ങളുടെ പണ്ടുള്ള കുറെ കഥകളിൽ അങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഈ രാജാവിൻ്റെ ജീവൻ ഇരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്ത് കാട്ടിലുള്ള ഒരു തത്തക്കൂട്ടിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ട് അത്രേ. അതിൻ്റെ ഉള്ളിലാണ് ഈ രാജാവിൻ്റെ ജീവൻ. അതാരോ ഓരോ വൃദ്ധ മഹർഷിയോ ആരോ അതറിഞ്ഞിട്ട് കുബുദ്ധിയോടുകൂടി രാജാവിനെ കൊല്ലാൻ മന്ത്രവാദിനി അതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ രാജാവിൻ്റെ നീ ഇവിടെ എന്ത് ചെയ്താലും കാര്യമില്ല, അവൻ്റെ ജീവൻ ഇരിക്കുന്നത് അങ്ങകലെ ഒരു കൂട്ടിലെ തത്തയുടെ ഉള്ളിലാണ്. ആ തത്തേനെ കൊല്ലുമ്പോൾ രാജാവ് ഇവിടെ മരിക്കും. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ റോസറി ചെയിൻ. നമ്മൾ സമർപ്പിതർക്ക് വേണ്ടിയുള്ള ഈ ജപമാലയിൽ അലംഭാവം കാണിച്ചാൽ ഏതോ ഒരു സമർപ്പിതന് എന്തോ ഒരു പ്രശ്നം വരും. ഒരു സമർപ്പിതയ്ക്ക് എവിടെയോ ഒരു പെശക് പറ്റും. പരിശുദ്ധ അമ്മ സമർപ്പിതരുടെ വിശുദ്ധി, സമർപ്പിതരുടെ ബുദ്ധി, അവരുടെ കഴിവുകൾ അവരെ തന്നെ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 2010 അമ്മ ഇതുപോലെ ശക്തമായിട്ട് പറഞ്ഞു, പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക്ക മാതാവായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ഒരു വലിയ സന്ദേശമുണ്ട്. പരിശുദ്ധ അമ്മ ജൂൺ 13 1947 അമ്മ ഈ പെറീന ഗില്ലി എന്ന് പറഞ്ഞ നേഴ്സിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് കൊടുത്ത സന്ദേശങ്ങളിൽ അമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മാതാവിൻ്റെ നെഞ്ചിലിരിക്കുന്ന 3 വാളുകൾ, ആദ്യം 3 വാളുകളുമായിട്ടാണല്ലോ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അന്ന് അമ്മ മാതാവ് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു ഈ 3 വാളുകൾ എന്താണ് എന്ന്. ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ 3 വാളുകൾ. ആദ്യത്തെ വാള്, ഫസ്റ്റ് സ്വോർഡ് മീൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോസ് ഓഫ് വൊക്കേഷൻ ആസ് എ പ്രീസ്റ്റ് ഓർ എ മാങ്ക്. ഒരു സന്യാസിയുടെ വൊക്കേഷൻ നഷ്ടമാവുക. സെക്കൻഡ് സ്വോർഡ്, രണ്ടാമത്തെ വാൾ അർത്ഥമാക്കുന്നത് പ്രീസ്റ്റ്, മോങ്സ് ആൻഡ് നൺസ് ഹൂ ലിവ് ഇൻ ഡെഡ്ലി സിൻ. മാരകമായ പാപത്തിൽ സമർപ്പിതർ വീഴുന്നതാണ് അമ്മയുടെ നെഞ്ചിലെ രണ്ടാമത്തെ വാള്. മൂന്നാമത്തെ വാള് പറയുന്നുണ്ട്, യൂദാസ്കറിയാത്തയുടെ പോലെ സമർപ്പിതരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ വിളി ഉപേക്ഷിച്ച് അവർ പോകുന്നത്, ഫെയ്ത്ത് ഉപേക്ഷിച്ച് പോകുന്നത്, ഇങ്ങനെ അവർ സഭയ്ക്കെതിരായി മാറുന്നത്. ഇതാണ് അമ്മയുടെ 3 വാളുകൾ, നെഞ്ചിൽ കണ്ട 3 വാളുകൾ. ശരിക്കും പറയണമെങ്കിൽ റോസാ മിസ്റ്റിക്ക മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉള്ള സന്ദേശം കൊടുക്കാനാണ്. സമർപ്പിതരുടെ രക്ഷയ്ക്കാണ് റോസാ മിസ്റ്റിക്ക മാതാവ് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് അമ്മയുടെ നെഞ്ചിൽ അത് 3 റോസാ പുഷ്പങ്ങളായിട്ട് വന്നത്. അപ്പോൾ ഈ 3 വാളുകൾക്ക് പരിഹാരമായിട്ട് അമ്മ പറഞ്ഞതാണ് പ്രയർ, എക്സ്പിയേഷൻ, പെനിറ്റൻസ്. അമ്മ കാണിച്ചു കൊടുത്ത ഈ 3 റോസാ പുഷ്പങ്ങളുടെ അർത്ഥമാണ്, ഒന്ന് വെള്ള റോസാപ്പൂവ്, അതാണ് പ്രാർത്ഥന. വൈറ്റ് റോസ് മീൻ ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. ചുമപ്പ് റോസാപ്പൂവ് മീൻ ചെയ്യുന്നത് പരിഹാരം ചെയ്യണം, പ്രായച്ചിത്തം ചെയ്യണം എന്നതാണ് ചുമന്ന റോസാപ്പൂവ്. അതുപോലെ ത്യാഗം അനുഷ്ഠിക്കണം. രണ്ടാമത്തെ ചുമന്ന റോസപ്പൂവിൻ്റെ അർത്ഥം
പരിഹാരം ചെയ്യണം. അത് തന്നെയാണ് പ്രായശ്ചിത്തം, അത് തന്നെയാണ് ത്യാഗപ്രവൃത്തികൾ ചെയ്യണം. ആർക്കു വേണ്ടിയാണ്? സമർപ്പിതർക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ ഗോൾഡൻ റോസാപ്പൂവ് അർത്ഥമാക്കുന്നത് സ്പിരിറ്റ് ഓഫ് പെനിറ്റൻസ് എന്നാണ്. അതായത് അനുതാപം വേണമെന്ന്, പശ്ചാത്താപം വേണമെന്ന്. അനുദപിച്ച് പശ്ചാത്താപിച്ചിട്ട് നമ്മൾ പരിഹാരവും പ്രായശ്ചിത്തം ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നതാണ് 3 വാളുകളും 3 റോസാ പുഷ്പങ്ങളും തന്ന സന്ദേശം. അതിൻ്റെ അർത്ഥം ഈ 3 വാളുകൾ ഉണ്ടാകുന്ന ഈ പാപാവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമ്മുടെ സമർപ്പിത മക്കളെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മ ഒരു അൽമായ സ്ത്രീക്കാണ് പ്രത്യക്ഷപ്പെട്ട് ഈ സന്ദേശങ്ങൾ കൊടുത്തത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണ്. ഇത് മെയ് മാസം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മാസങ്ങളാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അമ്മ തന്നെയാണല്ലോ രണ്ടാമത്തെ വരവിന്, ഈശോയുടെ രണ്ടാമത്തെ വരവിന് നമ്മളെയൊക്കെ ഒരുക്കാനായിട്ട് വരുന്നത്. അമ്മ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമാണ്, സമർപ്പിത മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇടമുറിയാതെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പരിഹാരം, പ്രായശ്ചിത്തം, ത്യാഗപ്രവൃത്തികൾ ചെയ്യണം. അതുപോലെ ആഴത്തിൽ അനുദപിക്കാൻ വേണ്ട കൃപ നമുക്കും അവർക്കും ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ ഒരു സന്ദേശം ത്തിന്റെ വെളിച്ചത്തിലാണോ എന്തോ അറിയില്ല. 2010 ഇങ്ങനെ റോസറി ചെയ്യാൻ തുടങ്ങാൻ മെസ്സേജ് കിട്ടി തുടങ്ങിയതാണ്. അങ്ങനെ അത് തുടങ്ങി ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷം കഴിയുമ്പോഴേക്കും ഞങ്ങൾ അന്നൊരു ധ്യാനത്തിനായിട്ട് പോവാണ്. അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ടീമായിട്ട് ധ്യാനത്തിന് പല വഴിക്കും പോകുകയാണ് ഞങ്ങൾ. അങ്ങനെ ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഞങ്ങളൊരു അടിമാലി ഭാഗത്താണെന്ന് തോന്നുന്നു, തമിഴ്നാട് ബോർഡറൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇന്ന് ശരിക്കും ഓർമ്മയില്ല ആ സഹോദരിനെ കുറിച്ചും. അവിടെ ഒരു വീട്ടില് ഒരു സഹോദരിക്ക് പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഈ പേരുകളൊന്നും കൃത്യം ഓർമ്മയില്ല കേട്ടോ. എനിക്ക് ഇന്നെൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ അത് പോയി. പക്ഷെ അതിലെ ഒരു കാര്യം മാത്രം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. കാരണം ഞങ്ങൾ ഈ റോസറി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ആ വഴിക്കുള്ള ധ്യാനത്തിന് പോകുമ്പോൾ അങ്ങനെ ഒരു സഹോദരിയുടെ വീട്ടിൽ ടീമായിട്ട് കയറുന്നത്. അവർക്ക് അവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ വലിയ ഇടപെടലുള്ളൊരു സഹോദരിയാണ്. അങ്ങനെ അത് കൃത്യം സ്ഥലം എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തമിഴ്നാടായി, അത്രേ അറിയുള്ളൂ. അങ്ങനെ ആ സഹോദരി വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ആ സഹോദരിക്ക് കാണപ്പെടുകയാണ്. ഇതിനെ ഞാൻ പ്രത്യക്ഷീകരണം എന്ന് പറയില്ല, എനിക്കറിയില്ല ഇത് പ്രത്യക്ഷപ്പെടലാണ്. പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ വിശ്വസിക്കുക അമ്മ മാതാവ് ലൂർദിലും ഫാത്തിമയിലൊക്കെ വന്ന പോലെ ശരിക്കും ശരീരത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ട് വരിക എന്നതാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ 1-2 പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, 2 സഹോദരിമാർക്ക്. അത് അവരുടെ ഭവനങ്ങളൊക്കെ സഭ ഏറ്റെടുത്ത ആരാധനാലയങ്ങളായിട്ടുണ്ട്. ഒരെണ്ണം തീർത്ഥാടന കേന്ദ്രവുമായിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷപ്പെടലൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാവും സംഭവിക്കുക. എനിക്ക് തോന്നുന്നു ഇത് ആ സഹോദരിക്ക് കാണിയ ദർശനമായിരിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ആ മകൾക്ക് അമ്മ കാണപ്പെടുകയാണ്. അങ്ങനെ അമ്മ വരുമ്പോൾ അവർ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറയാണ്, പരിശുദ്ധ അമ്മ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ ആകാംക്ഷയോട് കൂടി ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞ് എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോളെ സമർപ്പിത മക്കൾക്ക് വേണ്ടി ഉരുകി പ്രാർത്ഥിക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞു, ആ സഹോദരി ഒന്നും അധികം എഡ്യൂക്കേറ്റഡ് അല്ല, അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പം അമ്മ പറഞ്ഞു, മോളെ റോസറി ചെയിൻ തുടങ്ങ് എന്ന് ഈ സഹോദരിയോട് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഞാനിരിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളിതൊന്നും അറിയുന്നില്ല. അപ്പോൾ റോസറി ചെയിൻ തുടങ്ങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, റോസറി ചെയിനോ, എന്താണ് അമ്മ അത് എന്ന് എനിക്കത് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, ദാ അപ്പുറത്തിരിക്കുന്നില്ലേ, എൻ്റെ മോളോട് ചോദിക്ക്, അവളെല്ലാം പറഞ്ഞു തരും എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് കേട്ടപ്പോൾ ഞെട്ടി വിറച്ചുപോയി. കാരണം ഞാനിങ്ങനൊരു പരിപാടി തുടങ്ങിയത് അന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴല്ലേ വീഡിയോയിലൊക്കെ വന്ന് ഞാനിത് പറയാൻ തുടങ്ങിയത്.
യേശുവിൻ്റെ പക്കലേക്ക് എത്തുന്നത് വരെ ഞാനിങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പരിശുദ്ധ അമ്മ അങ്ങനെയാണ് എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. സമർപ്പിത മക്കളെ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ന് ആ സഹോദരി ചോദിച്ചു, ചേച്ചി എന്താണ് ഇത്, ഈ റോസറി ചെയിൻ എന്ന് പറഞ്ഞാൽ? ഞാനപ്പോൾ പറഞ്ഞു 24 hours 24 മണിക്കൂറും സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചങ്ങല ഉണ്ടാക്കുകയാണ് നമ്മൾ, ഓരോ മണിക്കൂർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്, സ്വർഗം അറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്, സ്വർഗമാണ് ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് അന്നാണ് എനിക്ക് ബോധ്യം കിട്ടിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു പാപിയായ ഒരു മനുഷ്യ സ്ത്രീ, പറയുന്നത് ഒന്നിട്ട് മനസ്സിലാവില്ല, മനസ്സിലായതൊട്ട് പ്രവർത്തിക്കാനും പറ്റില്ല, അങ്ങനെ ഒരു ഒരു പാപിയാണ് ഞാൻ. പണ്ടും അങ്ങനെയാണ്. ഇതെന്താ പറയണേ, കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്ന സന്ദേശങ്ങൾ കുറച്ചൊക്കെ പ്രാക്ടിക്കലാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ റോസറി ചെയിനെ കുറിച്ച് മാതാവ് സന്ദേശം തുടങ്ങിയപ്പോൾ ഇതെന്താ ഈ റോസറി ചെയിൻ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്നാളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ, അതുകൊണ്ട് ഇത് ചെയ്യാം എന്നുള്ള നിലയിലാണ് അന്ന് 2010 ഇത് തുടങ്ങി വെച്ചത്. അവിടെ ചെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ, ദൈവമേ ഇത് സ്വർഗത്തിൽ നിന്ന് അമ്മയാണോ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത്. സ്വർഗം നമുക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥനകളാണ് ഇതൊക്കെ. പരിശുദ്ധമായിട്ടുള്ള ജപമാലയും അതുപോലെ അമ്മ മാതാവ് വന്നിട്ട്, ഈ റോസാമിസ്റ്റിക്ക മാതാവ് വന്നിട്ട് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പറയുന്നത്, എൻ്റെ സമർപ്പിത മക്കളെ രക്ഷിക്കുക. സാത്താൻ അവരെ പതിരുപോലെ പാറ്റാൻ അവരുടെ ചുറ്റും പലവിധ പ്രലോഭനങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവരിൽ നിരാശ വരുത്തുകയാണ്. മറ്റുള്ളവർ അവരെ അംഗീകരിച്ചില്ല, അവർ ഒറ്റപ്പെട്ടു പോയി, ഈ പ്രശ്നം ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും, ഇതിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഭയം കൊടുത്തിട്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പിത മക്കള് നമ്മുടെ കൈവിട്ട് പോകാതിരിക്കാൻ നമ്മൾ അമ്മമാർ, അപ്പന്മാർ, ചേട്ടന്മാർ, അനുജന്മാർ, അനുജിത്തിമാർ ഇവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് ഞാനൊരു ഡയറിയിൽ ഈ പേരെഴുതി വയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ 2010 ഞാനൊരു ഡയറി എടുത്ത് ഇതിൽ പേരുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അന്ന് എടുത്ത പുസ്തകമാണ് 2010 ഡിസംബർ 1 തീയതിയാണ് കേട്ടോ എനിക്ക് സന്ദേശം കിട്ടുന്നതും ഞാനിത് തുടങ്ങുന്നതും. ഞാൻ എൻ്റെ ഒരു പഴയ ഡയറി, ഇങ്ങനെ ഒരു ഡയറിയിൽ ഇതിലൊരു പച്ച ട്രീയുടെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലിങ്ങനെ എഴുതി വെക്കും, രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ എത്ര ആളുകൾ, അങ്ങനെ എഴുതി വെക്കും. അതിന് ഞാൻ പക്ഷെ അന്ന് ഈ ഡയറിയെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. ഏത് ഡയറി, എന്ത് ഡയറി, എഴുതാത്തൊരു ഡയറി ആരോ തന്നതാണ്, പഴയൊരു ഡയറി. അപ്പം ഞാൻ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ അങ്ങനെ ഉപയോഗിക്കും. അങ്ങനെ ഈ ഡയറി എടുത്ത് ഞാൻ എഴുതി തുടങ്ങി. ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ദർശനത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ട്രീ ഇരിക്കുന്ന ഒരു ദർശനം കാണുന്നത്, ഒരു പച്ച. അപ്പം എനിക്ക് തോന്നി ഇത് പുസ്തകമാണല്ലോ എന്ന്. ഞാൻ അന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മ മാതാവേ എനിക്കിത് മനസ്സിലായില്ല, ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, മോളെ റോസറി ചെയിനിലത്തെ മെമ്പേഴ്സിന് എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണിത്, ഇത് സ്വർഗം നോക്കിയിരിക്കുന്നുണ്ട് എന്ന്. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ഓരോ ചുവടുവെപ്പും, ലൂക്കായുടെ സുവിശേഷം പറയുന്നുണ്ട്, നിന്റെ തലമുടി കൊഴിയുന്നത് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളും, നമ്മളിവിടെ ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും, നമ്മളിവിടെ പറയുന്ന ഓരോ പാപങ്ങളും, ചെയ്യുന്ന പാപങ്ങളൊക്കെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാവൽമാലാക എപ്പോഴെപ്പോഴും കയറി ഇറങ്ങുന്നത് ഇതൊക്കെ അവിടെ രേഖപ്പെടുത്താനായിരിക്കും. ഈ ഡയറി കണ്ട അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവേ, ഇത്ര വലിയ ശുശ്രൂഷയാണല്ലോ എന്നോട് പറഞ്ഞ് ഞാനിത് ചെയ്യുന്നത്. അതിനുശേഷം പുരോഹിതന്മാർക്കുള്ള പ്രാർത്ഥന ഏറ്റെടുത്തതിന് ശേഷം വലിയ സഹനങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായേക്കുന്നത്. അതിനു മുൻപും സഹനമാണ്, നിങ്ങൾക്കറിയാം. വലിയ സഹനത്തിൽ കൂടെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതും ആദ്യമായി പിതാവായ ദൈവത്തിൻ്റെതെന്ന് തോന്നുന്ന ഒരു സ്വരം കേൾക്കുന്നതും ഞാൻ ഫാത്തിമ മാതാവിനെ കാണുന്നതൊക്കെ പിന്നീടുള്ള എൻ്റെ ജീവിതം. പക്ഷേ 2010 പരിശുദ്ധ അമ്മ ഈ റോസാമിസ്റ്റിക്ക മാതാവ് ആയിരിക്കും അന്ന് സന്ദേശം തന്നത്. എനിക്ക് അറിയില്ല അന്നൊന്നും. അതിനുശേഷമാണ് ഈ റോസറി ചെയിൻ പുരോഹിതന്മാർക്കും സന്യസ്തർക്കും, അതായത് കന്യാസ്ത്രീകൾ, സമർപ്പിതർക്ക് വേണ്ടി തുടങ്ങിയതിന് ശേഷം
2ാം വർഷത്തിലാണ്, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ വരുന്നത് തൈറോയിഡിൽ. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പിന്നീട് അന്ന് ട്രീറ്റ്മെൻറ്റുകൾ വേറെ ഒന്നും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ പരിശുദ്ധ റോസ മിസ്റ്റിക് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലം അത് അപ്പോൾ സുഖപ്പെടുന്നതും മോണ്ടിക്കാരിയിൽ നിന്ന് റോസ മിസ്റ്റിക് മാതാവ് വീട്ടിലേക്ക് വരുന്നതും. ഓരോ മാതാവും വരുന്നതിന് മുമ്പ് വലിയ സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയാണ്. ഓരോ സഹനം കഴിയുമ്പോഴും മാതാവോ കർത്താവോ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് സ്റ്റാച്ചുകളായിട്ട് വരും. ആദ്യത്തെ ആ ദർശനം സഹനത്തിന് ശേഷമാണ് ഈ ഫാത്തിമ മാതാവ് വന്നത്. 2ാമത് ഇതുപോലെ റോസറി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് റോസ മിസ്റ്റിക്ക മാതാവ് വരുന്നത്. അപ്പോഴാണ് അവിടുന്ന് ബുക്സൊക്കെ തന്ന് ഞാൻ ഈ ഇംഗ്ലീഷ് ബുക്കൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിതൊക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ കാര്യം പിടികിട്ടിയത്. അമ്മ വരുന്നതിനേക്കാൾ 2 വർഷം മുമ്പ് എന്നെ അമ്മയുടെ സന്ദേശങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട്. അപ്പോൾ മാതാവിൻ്റെ രൂപം തരുമ്പോൾ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നിരുന്നു. അന്ന് TV പാടില്ല, അങ്ങനെ മദ്യം പാടില്ല, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ്. അത് പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ രൂപം വാങ്ങി വെക്കാവൂ എന്ന് അന്ന് തന്ന ബ്രദർ എന്നോട് പറഞ്ഞു, ബോംബെയിൽ വെച്ച്. അന്ന് മുതലാണ് ഈ TV ഒക്കെ മാറ്റിയതും. അങ്ങനെ ജൂലൈ 13-ാം തീയതി ആചരിക്കണം, എല്ലാ 13-ാം തീയതി പ്രയർ നടത്തണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. മോണ്ടിക്കാരിയിൽ നിന്ന് രൂപം കൊണ്ടുവരാണെങ്കിൽ ഇപ്പം മോണ്ടിക്കാരിയിൽ നിന്ന് രൂപം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ സന്ദേശമൊക്കെ ആ മിഷൻ നിർത്തി എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ സന്ദേശത്തിൽ അമ്മ അങ്ങനെ പറഞ്ഞു അത്രേ, ഇനി എൻ്റെ സ്റ്റാച്ചുകളൊന്നും ഇവിടെ നിന്ന് കൊടുക്കണ്ട, നിങ്ങൾ വൈദികർക്കും സന്യാസിനികൾക്കും വേണ്ടി കന്യാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഇനി അതാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു. എന്ന് പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ ഒരു കാരണവശാലും അത് മുടക്കം വരുത്താതെ കൊണ്ടുപോകണം കേട്ടോ. അത് വിചാരിച്ചിട്ട് അതൊന്ന് മുടങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് നരകമൊന്നും കിട്ടില്ല. അത് പാപമല്ല, അത് പാപമാകില്ല. നമ്മൾ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് മാതാവിനോട്. അത് ഏതെങ്കിലും തക്ക കാരണങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, അതിന് നിങ്ങൾക്ക് ശിക്ഷയൊന്നും കിട്ടില്ല. എങ്കിലും നമ്മൾ ജാഗ്രതയോടുകൂടെ നമ്മൾ അലംഭാവം കാണിച്ചാൽ, നമ്മൾ റോസറി മുടക്കിയാൽ ഏതോ ഒരു പുരോഹിതൻ, ഏതോ ഒരു കന്യാസ്ത്രീക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഓരോ പുരോഹിതന്മാർക്ക് ചുറ്റും, ഓരോ സന്യാസിനികൾക്ക് ചുറ്റും കോട്ടയായിട്ട് നിൽക്കണം. അതിനാണ് ഈ 24 മണിക്കൂറും ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിരിക്കുന്നത്. 2000-ഓളം ആളുകൾ ഇപ്പോൾ ഈ റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാത്തവരും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. അത് ഇവിടെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് മാത്രമൊന്നല്ല പ്രാർത്ഥിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിങ്ങനെ നമ്മൾക്ക് നമ്പർ തന്ന് നമ്മൾ ആ പേരുകളൊക്കെ ഓരോ മണിക്കൂറിൽ എഴുതി വെക്കുമ്പോൾ അതിനൊരു ഒരു ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് കർത്താവ് ഇത് കാണുമല്ലോ. നമ്മൾ ഓരോ ആളുകളുടെയും പേരും നമ്പർ അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ട്. പുണ്യവാന്മാരും പുണ്യവതികളായതുകൊണ്ടല്ല പറയുന്നത്. നമ്മളിവിടെ അവർക്ക് വേണ്ടി സഹിക്കുന്ന ഒരു കഷ്ടപ്പാട് ദൈവം അവിടെ കാണുന്നുണ്ട്. ഇത് റോസ മിസ്റ്റിക്ക മാതാവിന്റെ സന്ദേശമാണ്. ഇപ്പോൾ മെയ് മാസം ഫാത്തിമയിലെ അമ്മ പ്രത്യക്ഷപ്പെട്ടതും പറഞ്ഞു കൊടുത്തതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്കറിയാലോ, ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ, ഇവരാണ് 3 പേര് കണ്ടത്, കുട്ടികൾ. അതിൽ വിശുദ്ധയായ ആ കുഞ്ഞു ജസീന്തയുണ്ടല്ലോ, ഈ ജസീന്തയോട് ലൂസി കൂട്ടുകൂടി നടന്നപ്പോൾ ജസീന്തയുടെ ആ ഒരു സംസാരമൊക്കെ ലൂസി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പുറം ലോകത്തിന്. അതിലൊരു ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ജസീന്തയ്ക്കും ഇവർക്കും 3 പേർക്കും നരകത്തിന്റെ ദർശനം പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ കാട്ടിക്കൊടുത്തല്ലോ. അപ്പോൾ ഈ ജസീന്ത ഇടയ്ക്കിടയ്ക്ക് പാറപ്പുറത്തോ നിലത്തോ പോയിരുന്നിട്ട് ഉറക്കെ പറയുന്നു, ഓ നരകം നരകം, നരകത്തിൽ പോകുന്നവരെ കുറിച്ച് ഞാൻ എന്തുമാത്രം ആകുലചിത്തയാണെന്നോ. പക്ഷെ ആളുകൾ അതിൽ നിബദിക്കുന്നു, അഗ്നിയിൽ വിറകുന്ന പോലെ ജീവനോടെ കത്തിയെരിയുന്നു നരകത്തിലെ.
എന്നിട്ട് അവൾ ഞെട്ടിപിറച്ച് കൈ കൂപ്പിയിട്ട് മുട്ടുകുത്തുന്ന പറയണേ. എന്നിട്ട് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താണ് അവിടെ മാതാവ് പഠിപ്പിച്ചത്? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവർ, ഈശോയോട് പറയുന്നു, കൂടുതൽ ആവശ്യമുള്ളവർ. ഈ അന്ത്യകാലഘട്ടത്തിൽ ഈശോയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ സമർപ്പിത മക്കൾക്ക് വേണ്ടിയാണ്. ഭയങ്കര ആവശ്യമാണ് അവർക്ക് നമ്മുടെ പ്രാർത്ഥന. ഈശോയുടെ സഹായം അവരിലേക്ക് എത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട്. അതിനാണ് ഈ റോസറി ചെയ്യൽ. ഈ പ്രാർത്ഥന കുറേ സമയം ജസീന്ത വീണ്ടും വീണ്ടും ചെല്ലും, മുട്ടിമേ നിന്ന് ചെല്ലും. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ ഫ്രാൻസിസ്കോനെ വിളിക്കും. ഫ്രാൻസിസ്കോ, ഫ്രാൻസിസ്കോ, നീ എന്നോടത്ത് പ്രാർത്ഥിക്കണില്ലേ? നരകത്തിൽ നിന്നും ആത്മാക്കളെ രക്ഷിക്കാൻ നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. എത്രയധികം പേരാണ് അതിനെ നിബന്ധിക്കുന്നത്, എത്രയോ അധികം. ചിലപ്പോൾ അവൾ ചോദിക്കുന്ന പറയണേ, എന്തുകൊണ്ടാണ് മാതാവ് ഈ നരകം പാപികൾക്ക് കാണിച്ചു കൊടുക്കാത്തത്? അത് കാണിച്ചു കൊടുത്തെങ്കിൽ അവർ പിന്നെ അതിൽ വീഴാതിരിക്കാൻ ശ്രമിച്ചേനെ, പാപം ചെയ്യില്ലായിരുന്നു. എന്നിട്ട് ലൂസിയോട് പറയുന്നു, ചേച്ചി മാതാവിനോട് പറയണം ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും നരകം കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അവരൊക്കെ പശ്ചാത്തപിച്ചോളും. ജസീന്ത കുഞ്ഞു മനസ്സിൽ പറയാണ്. കാരണം അവർക്ക് മാതാവിനെ കാണാനേ പറ്റുള്ളൂ, കേൾക്കാനും സംസാരിക്കാനും പറ്റിയിരുന്നില്ല. ലൂസിക്കാണല്ലോ അത് പറ്റിയിരുന്നത്. അപ്പോൾ പറയാം, എന്തുകൊണ്ട് ചേച്ചി ഇക്കാര്യം മാതാവിനോട് പറയാത്തേ? അപ്പോൾ ലൂസി പറയും, ഞാൻ മറന്നുപോയി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും ഓർത്തില്ല അത് പറയാനായിട്ട്. അങ്ങനെ ജസീന്ത ചോദിക്കത്രേ, നരകത്തിൽ നിബന്ധിക്കവണ്ണം എന്ത് പാപങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്? അപ്പം ലൂസി പറയേ, എനിക്കറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാതിരിക്കുന്നതാവും, മോഷ്ടിക്കുന്നതാവും, മോശം വാക്കുകൾ പറയുന്നതാവും, ശപഥം ചെയ്യുന്നതൊക്കെ ആവാം എന്ന് ലൂസിയും ചെറുതാണല്ലോ. അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ജസീന്ത. ഒരൊറ്റ തെന്മ ചെയ്ത ആളുകൾ നരകത്തിൽ പോകുമോ? അപ്പോൾ ലൂസി പറയാ, തീർച്ചയായും അത് പാപമല്ലേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് ജസീന്ത പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോവും, പക്ഷെ ചേച്ചി തുടർന്നും ജീവിക്കണ്ടേ? മാതാവ് അനുവദിച്ചെങ്കിൽ എല്ലാവരോടും പറയണം കേട്ടോ ചേച്ചി, ഇങ്ങനെ നരകമുണ്ട്, നരകത്തിൻ്റെ കാഴ്ച നീ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആളുകൾ നരകത്തിൽ വീഴാൻ പേടിച്ചിട്ട് അവർ പാപം ചെയ്യില്ല എന്ന്. എന്നിട്ട് ജസീന്ത പെട്ടെന്ന് ഇങ്ങനെ ചിന്തയിലാണ്ടിരിക്കുന്ന പറയണത്. പറയാം, എന്തോരം പേരാ നരകത്തിൽ പോണേ, എന്തോരം പേരാ നരകത്തിൽ പോണേ. അപ്പോൾ ലൂസി പലപ്പോഴും പറയുന്നത്, നീ പേടിക്കണ്ട, നിനക്കൊന്നും പേടിക്കണ്ട, നീ പെട്ടെന്ന് സ്വർഗത്തിൽ പോവുമല്ലോ. അപ്പോൾ പറയുന്നത്, ശരിയാ, ഞാൻ വേഗം സ്വർഗത്തിൽ പോവും, ഞാൻ എല്ലാവരും സ്വർഗത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ജസീന്തോട് ലൂസി വിളിക്കും, നീ വന്ന് ഭക്ഷണം കഴിക്കി എന്ന് പറയുമ്പോൾ പറയുന്നു, ഞാൻ ഭക്ഷണം കഴിക്കില്ല, അമിതമായിട്ട് ആഹാരം കഴിച്ച് പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനിത് ഉപേക്ഷിക്കും. പിന്നെ കുർബാനയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ പോവണ്ടെന്ന് പറഞ്ഞാൽ പറയും, ഞാൻ കുർബാനയ്ക്ക് പോവും, എൻ്റെ ഈശോനെ വേദനിപ്പിക്കുന്നവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ ഈ കഷ്ടം സഹിച്ച് കുർബാനയ്ക്ക് പോവും. എന്നിട്ട് പറയും, ഇവരെ മാനസാന്തരപ്പെടുത്തണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പാപത്തിൽ വീഴാതിരിക്കാൻ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മാതാവ്, റോസമിസ്റ്റിക്ക മാതാവ് പറഞ്ഞു, സമർപ്പിതർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട നന്മയാണ്. ഈ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പാപമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ നമ്മൾ സമർപ്പിതർക്ക് വേണ്ടി കാഴ്ചവെക്കണം, ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. അതുപോലെ പരിത്യാഗം അനുഷ്ഠിക്കണം, അനുദപിക്കണം, നമ്മൾ തന്നെ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. പ്രിയ കൂട്ടുകാരെ, മാതാവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജസീന്തയ്ക്ക് വിഷമം വരുമ്പോൾ മാതാവ് പറയും, ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിയാൽ മതി, ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന. നമുക്ക് ഈ രണ്ട് സന്ദേശങ്ങളും ഓർക്കാം. ഇതിനെ ഒന്ന് ചേർത്ത് വെച്ചാൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മൾ വിശുദ്ധരൊന്നുമല്ല, നമുക്ക് തെറ്റുകളൊക്കെ പറ്റും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ പ്രതികരിക്കും, ഇനി എന്തെങ്കിലും പാപമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വേറെ വന്നു പോകും. ഇനിയിപ്പോൾ ഞാൻ പാപം ചെയ്തല്ലോ, ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, കുർബാനയ്ക്ക് പോയി എന്താകും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമുക്ക്
കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ ഈശോയോട് അനുദപിച്ച് മാപ്പ് പറയുക. എന്നിട്ട് പാപം കുമ്പസാരിക്കുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടും. അതിനും നമ്മൾ പരിഹാരം ചെയ്യണം. എത്ര വീണാലും നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. നിരന്തരം പ്രാർത്ഥിക്കണം. ഈ അന്ത്യകാലത്തിലെ പ്രാർത്ഥനയും പരിഹാരവും അനുതാപവുമാണ് മാർഗങ്ങൾ. കുമ്പസാര കുദാശ വഴി പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യ ആരാധന, ഇത് മുഴുവൻ നമ്മൾ ഇതുപോലെയുള്ള അമ്മയുടെ സന്ദേശങ്ങൾ കേട്ട് അതിനുവേണ്ടി കാഴ്ചവെക്കണം. പ്രിയ സഹോദരങ്ങളെ, റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് എനിക്ക് പേര് തന്നവർ ഒന്നുകൂടെ സടകുടഞ്ഞ് എഴുന്നേൽക്കണം കേട്ടോ. ഇത് തളർന്നിരിക്കേണ്ട സമയമല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ആമാശയ ക്യാൻസർ വെച്ച് ഞാൻ എത്ര നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു പരിധി വരെ. ഞാൻ അങ്ങോട്ട് പോയാലും സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോകുമ്പോഴും പോയി കഴിഞ്ഞാലും നിങ്ങളിത് ഓർത്തിരിക്കണം. എല്ലാ വിശുദ്ധരുടെ ഡേറ്റും ചേച്ചി പറഞ്ഞു തരുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എങ്കിലും ഞാൻ ഓർക്കും, ഞാൻ പോയാലും നിങ്ങളിത് ഓർത്തിരിക്കണം. നമ്മുടെ സമർപ്പിതരെ രക്ഷിക്കാൻ അമ്മ അൽമായ സ്ത്രീക്കാണ് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉണർവ് കിട്ടണം. ഒരിക്കലും റോസറി ചെയ്യാൻ മുടക്കരുത്. ഇനി മുടങ്ങിയെന്ന് വെച്ചിട്ട് ചേച്ചിയെ പാപാവോ ഞങ്ങൾ നരകത്തിൽ പോവോ ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. നമ്മളെന്തുകൊണ്ടാണ് മുടങ്ങണേന്നുള്ളത് ഇവിടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അറിയാം. അപ്പം അതുകൊണ്ട് തക്കതല്ലാത്ത കാരണം പറഞ്ഞിട്ട് മടി പിടിച്ചിട്ട് റോസറി ചെയ്യാൻ മുടക്കരുത്. നിങ്ങൾ പേടിക്കണ്ട. റോസറി ചെയ്യാൻ നിങ്ങൾ മുടങ്ങിയാലും അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ ഞാൻ അങ്ങനെയും കുറേ പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും ഷുവറായിട്ട് ചെല്ലുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളവർ, അവരുടെ പേരിനടിയിൽ ഞാൻ ചുവന്ന മഷിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാത്രി സമയത്ത് എന്ത് ചെയ്യും ചേച്ചി? പേടിക്കണ്ട. ഇവിടെ രാത്രിയാകുമ്പോൾ പകലുള്ള രാജ്യങ്ങളുണ്ട്, അവിടുത്തെ ആളുകൾ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ നമ്മുടെ ഭാഗം സ്ട്രോങ് ആക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെയുള്ളവർ 12 മണി വരെ സമയം തന്നിട്ടുണ്ട്. രാത്രി 12 മണി വരെ ചെയ്യുന്നവരുണ്ട്. 12 മണി തൊട്ട് പുലർച്ചെ 4 മണി വരെ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർ ചെയ്യും. 4 മണി മുതൽ വീണ്ടും നമ്മൾ ചെയ്തു തുടങ്ങും. നമ്മളൊക്കെ 3-3:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നവരല്ലേ. അപ്പം തൊട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ റോസറി ചെയിനിൽ ചേരുന്നവർക്ക് ഒരിക്കലും ജോലി ചെയ്യാൻ പാടില്ല എന്നില്ല. നിങ്ങൾ ഒരിക്കലും ഭർത്താക്കന്മാരുടെയും മക്കളുടെയും പണികളൊന്നും ചെയ്തു കൊടുക്കാണ്ട്, ഞാൻ റോസറി ചെയിൻ ആലിസേച്ചി പറഞ്ഞിട്ടുണ്ട്, റോസറി ചെയിനാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഏത് പണി വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ സാമ്പാർ വെച്ചോ, ഇറച്ചിക്കറി വെച്ചോ, നിങ്ങൾ അലക്കിയിട്ടോ, നിങ്ങൾ പുല്ല് പറിച്ചോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന സഹനം അതോടുകൂടി നമുക്ക് നന്മ നിറഞ്ഞു വരുമ്പോൾ ചൊല്ലാലോ. ആ ചൊല്ലുന്നതും ആ സമയത്തെ സഹനം, നമ്മൾ ആ സമയത്ത് അവരെ ഓർക്കണം. നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുള്ള സമയത്ത് സമർപ്പിതരെ ഓർക്കണം. അതാണ് പ്രധാനം. ദൈവസന്നിധിയിൽ അവരെ ഓർക്കണം. 12 മണി മുതൽ 1 മണി വരെ. ഇപ്പോൾ ഞാൻ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കൈകാല് കഴപ്പുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്, ഭയങ്കര വേദനയാണ്. ഇത് മുഴുവൻ ഞാൻ ഈശോയുടെ തിരുശരീര രക്തത്തോട് ചേർത്ത് സമർപ്പിത മക്കളുടെ ചുറ്റും നിൽക്കുന്ന പൈശാചിക അരൂപികളെ നിർവീര്യമാക്കാൻ പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. യേശുവിൻ്റെ ബലിയാകുന്ന ശരീരരക്തങ്ങൾ സമർപ്പിക്കുന്നതിനോട് ചേർത്ത് അത് കാഴ്ചവെക്കാൻ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇത് ഞാൻ ഏൽപ്പിക്കുന്നു. ഇത്ര പറഞ്ഞാൽ മതി. ആ 1 മണിക്കൂർ സമയം നമുക്ക് എന്തും ചെയ്യാം. ബാങ്ക് ജോലിക്കാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടുമ്പോൾ സമർപ്പിതരെ ഓർത്തിരിക്കാൻ പറ്റില്ല. അതുപോലെ ടീച്ചർമാർക്ക് പറ്റില്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ഓർത്തിരിക്കാൻ പറ്റും. അല്ലാത്തവർക്കൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനത്തെ സമയമാണ് തന്നിരിക്കുന്നത്. ഒരു ഡോക്ടർമാർ സമയം തരുമ്പോൾ അവർ അതിൻ്റെ രീതിയിൽ തരുള്ളൂ, അവർ ഫ്രീ ആവുന്ന സമയത്ത്. അപ്പം ഈ 3 കൂട്ടരും കണക്ക് നോക്കുന്നവരും പഠിപ്പിക്കുന്നവരും രോഗീനെ നോക്കുന്നവരും റോസറി ചെയിനിൽ ആ സമയം എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവമേ ഇത് ഈ സഹനങ്ങൾ ഇന്ന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാണ്ട് അപ്പം നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലാനൊന്നും പറ്റില്ല. നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഓപ്പറേഷൻ ചെയ്യേണ്ട സമയമാണ്.
അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ ഈ സാമ്പാർ ഇറച്ചിയൊക്കെ വയ്ക്കുന്ന നമ്മളെപ്പോലുള്ള പാവങ്ങളുണ്ടല്ലോ, അതുപോലെ എന്നെ പോലെ ക്യാൻസർ രോഗികളുണ്ടല്ലോ, രോഗവും പേറി ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിഞ്ഞ് പോവാനായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാഴ്ചവെക്കാലോ. കരഞ്ഞ് പ്രലപിച്ച് അയ്യോ ക്യാൻസർ വന്നില്ലേ, ഞാനിപ്പോൾ ചത്തുപോവില്ലേ എന്നൊന്നും പറയാതെ നമുക്ക് മരിക്കേണ്ട സമയത്ത് നമ്മൾ മരിക്കും. ഉള്ള സമയം ഉള്ള സഹനങ്ങൾ നമ്മൾ ഇതുപോലെ കാഴ്ചവെക്കാൻ മറക്കരുത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ അഭിഭാഷകയാണ്, നമുക്ക് വേണ്ടി വാദിക്കും. പാപം ചെയ്യുമ്പോഴൊക്കെ അമ്മ അവിടെ നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യും. ഇത് പറഞ്ഞ് നമുക്ക് എപ്പോഴും പാപം ചെയ്യാമെന്നല്ല, വീണു പോകുമ്പോൾ നമുക്ക് മാപ്പ് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ച് റോസറി ചെയിൻ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇത് സ്വർഗം ആണ് സന്ദേശം തന്നിട്ടുള്ളത്. ഇത് മുടക്കാതെ നമുക്ക് നമ്മുടെ മരണം വരെ കൊണ്ടുപോകണം. സാത്താൻ ഇതിന് പല വഴിക്ക് നമ്മളെ തളർത്തും. നിങ്ങൾ കരുതിയിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. അവൻ നമ്മളുടെ ഈ ജപമാല തകർക്കാൻ പലതും ചെയ്യും. അപ്പം അവനോട് പോകാൻ പറയണം, എന്നിട്ട് ജപമാല ചൊല്ലണം. നന്മ നിറഞ്ഞ മരമേ ചെല്ലിയാൽ മതി, എണ്ണി ചെല്ലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ 1 മണിക്കൂർ സമയം ദൈവസന്നിധിയിൽ സമർപ്പിതരെ ഓർക്കണം. കർത്താവിന് നമ്മൾ അവരെ കാഴ്ച കൊടുക്കണം. അതാണ് പ്രധാനം. നമ്മളിവിടെ തളർന്നാൽ ഏതോ ഒരു സമർപ്പിതന് ബുദ്ധിമോശം സംഭവിക്കും. നിങ്ങൾക്കറിയാലോ, ഏതോ ഒരു സമർപ്പിതയ്ക്ക് ബുദ്ധിമോശം സംഭവിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.